ലതാ സജീവഡിൻ്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ സുസ്മേഷ് ചന്ദ്രൻ എന്ന രചയിതാവിനെക്കുറിച്ച് ഒരു കുറിപ്പ് നമുക്ക് ഒന്ന് നോക്കാം. സുസ്മേഷ് ചന്ദ്രോത്ത് 1977 ഏപ്രിൽ 1 ഇടുക്കി ജില്ലയിലെ വെള്ളത്തൂവലിലാണ് അദ്ദേഹം ജനിച്ചത്. പ്രമേയങ്ങളിലെ പുതുമ, പാരിസ്ഥിതിക ബോധം, പുതിയ പദങ്ങളുടെ വിനിമയം തുടങ്ങിയവ ഇദ്ദേഹത്തിൻ്റെ രചനകളുടെ സവിശേഷതകളാണ്. ചെറുകഥ, നോവൽ, തിരക്കഥ, നാടകം, ബാലസാഹിത്യം, ഉപന്യാസം തുടങ്ങിയ മേഖലകളിൽ ഇദ്ദേഹം സജീവ സാന്നിധ്യമറിയിക്കുന്നു. പ്രശസ്ത ചിത്രകാരി TK പത്മിനിയുടെ ജീവിതം അടിസ്ഥാനമാക്കി പത്മിനി എന്ന സിനിമ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തു. ഇനി പുരസ്കാരങ്ങൾ: സാഹിത്യ അക്കാദമി യുവ സാഹിതി പുരസ്കാരം, TV കൊച്ചുബാവ പുരസ്കാരം, ഇടശ്ശേരി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, ചെറുകാട് അവാർഡ്. അപ്പോൾ ഇത്രയൊക്കെയാണ് അദ്ദേഹത്തിന് കിട്ടിയ സമ്മാനങ്ങൾ. അതുപോലെ പത്മിനി എന്ന സിനിമ നിങ്ങൾ അതിൻ്റെ പരസ്യമൊക്കെ കേട്ട് കാണുമല്ലേ? അതിൻ്റെ തിരക്കഥ സുസ്മേഷ് ചന്ദ്രോത്തിൻ്റെയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ യാത്രാവിവരണം നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ പാഠത്തിൻ്റെ പ്രവർത്തനങ്ങളും ഒക്കെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത ഈ യൂണിറ്റിലെ അടുത്ത പാഠം എന്താണ്? ഉയരങ്ങളിലേക്കൊരു യാത്രയാണ്. ഉയരങ്ങൾ എന്താ വെച്ചാൽ വിമാനയാത്രയോ അല്ല എന്തോ ആവട്ടെ, നമുക്ക് അടുത്ത വീഡിയോ ഉയരങ്ങളിലേക്കൊരു യാത്ര എന്ന ഭാഗവുമായിട്ട് എത്താം. കൂട്ടുകാരെ, പാഠപുസ്തകത്തിലെ ചില ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സാധാരണ പരീക്ഷകൾക്ക് വരുന്ന ചോദ്യം ഏത് രീതിയിലാണെന്ന് നിങ്ങൾക്ക് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ. പാരഗ്രാഫ് തന്നിട്ട് അതിനകത്ത് ചോദ്യങ്ങൾ അത് വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം തയ്യാറാക്കുക. അതുപോലെ കവിത വായിച്ചിട്ട് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തയ്യാറാക്കുക. ഇങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ ഇവിടെ മറ്റ് ചില ചോദ്യങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ള ഒരു ചോദ്യം വന്നാൽ ഒരുപക്ഷെ താജ്മഹലിനെ കുറിച്ചായിരിക്കാം, അതല്ലെങ്കിൽ ഇടുക്കിയുടെ, അതായത് നമ്മുടെ ഇടുക്കി അണക്കെട്ടിനെ കുറിച്ചായിരിക്കാം. ഇതിനെക്കുറിച്ച് രണ്ടും നമ്മൾ ചെറിയ രീതിയിൽ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ വീഡിയോകളിലൂടെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. കുറിപ്പ് തയ്യാറാക്കാൻ ചില സൂചനകൾ തന്നതിന് ശേഷമായിരിക്കും, സൂചനകളിലൂടെ തന്നിട്ടാണ് കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ള ചോദ്യം വരാൻ സാധ്യതയുള്ളത്. പിന്നെ ഒന്നുള്ളത്, ഇതിലെ വെള്ളത്തൂവൽ ഗ്രാമത്തിനെക്കുറിച്ച് ഒരു ചെറിയ വിവരണം ഉണ്ട്. ആ വിവരണം നമുക്ക് തന്നിട്ട് ഇതുപോലെ നിങ്ങളുടെ ഗ്രാമത്തെക്കുറിച്ചും ഒരു വിവരണം തയ്യാറാക്കുക എന്ന രീതിയിൽ ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ഇതേപോലെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ കുറിച്ചു വെക്കുക. അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ തന്നെ പാഠവായനയിലൂടെ തയ്യാറാക്കി വെക്കാം. അപ്പം പിന്നെ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞ താജ്മഹലിനെ കുറിച്ചും നമ്മുടെ ഇടുക്കി അണക്കെട്ടിനെ കുറിച്ചും ചെറിയ 2 ലേഖനങ്ങൾ, ചെറിയ കുറിപ്പുകൾ തയ്യാറാക്കാം. അതുപോലെ നിങ്ങളുടെ ഗ്രാമത്തിനെക്കുറിച്ചൊരു വിവരണം തയ്യാറാക്കാം. ഇവിടെ വെള്ളത്തൂവൽ ഗ്രാമത്തിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, വളരെ ഭംഗിയേറിയതാണെന്നും പിന്നെ എന്ന് പറഞ്ഞു ഗ്രാമവും മറ്റും ഇടുക്കി ജില്ലയിലെ മനോഹരമായ ഒരു ഗ്രാമമാണ് വെള്ളത്തൂവൽ എന്നൊക്കെ തുടങ്ങുന്ന ഒരു പാരഗ്രാഫ് പാഠപുസ്തകത്തിലുണ്ട്. അത് തന്നിട്ട് ഇതേപോലെ നിങ്ങളുടെ നാടിനെക്കുറിച്ചും ഒരു വർണ്ണന തയ്യാറാക്കുക എന്ന് ചോദിക്കാം. അതാണ് സൂചിപ്പിച്ചത്. പിന്നെയുള്ളത്, പഠന പ്രവർത്തനങ്ങളിൽ പറഞ്ഞതുപോലെ യാത്രാ വിവരണം തയ്യാറാക്കുക. നിങ്ങൾ നടത്തിയ ഒരു യാത്രയെക്കുറിച്ച് വിവരണം തയ്യാറാക്കണമെങ്കിൽ കുറച്ച് വായനാശേഷിയുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് വളരെയധികം സാഹിത്യം കലർത്തിയോ വളരെയധികം നമ്മൾ നേരിട്ട് കണ്ട പ്രതീതി ജനിപ്പിക്കും. അത് വായനാശീലമുള്ള കുട്ടികൾക്കാണ് അത് എഴുതാൻ പറ്റുന്നത്. അപ്പോൾ ഒരു യാത്രാ വിവരണം തയ്യാറാക്കുക എന്നൊരു ചോദ്യം ഈ പാഠത്തിൽ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഒന്നുള്ളത് ഡയറി കുറിപ്പാണ്. യാത്രയൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു ഡയറി കുറിപ്പ്. ഡയറി എഴുതുന്നതിനെക്കുറിച്ച് ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡയറി എഴുത്തൊരു നല്ല ശീലമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഡയറി കുറിപ്പ് തയ്യാറാക്കുക. അല്ലെങ്കിൽ ഒരു ഡയറി കുറിപ്പ് തന്നിട്ട് അതിനകത്തുനിന്ന് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം തയ്യാറാക്കുക എന്നാവാം ഒരുപക്ഷെ ചോദ്യം. പാഠപുസ്തകത്തിൽ കാശ്മീർ കാഴ്ചകൾ എന്നൊരു പ്രവർത്തനമുണ്ട്. മഞ്ഞിൻ തൊപ്പിയിട്ട, മരത്തിൻ്റെ പച്ചയുടുപ്പിട്ട, അരുവി കൊണ്ടരഞ്ഞാണമിട്ട, പൂക്കളാൽ വിരിപ്പിട്ട കാശ്മീരെ, നിന്നെ ഞാൻ ഉമ്മ വെച്ചോട്ടെ എന്നൊരു 4 വരി കവിതയൊക്കെ തന്നിട്ട്, അതായത് മഞ്ഞിൻ തൊപ്പിയിട്ട എന്ന് പറഞ്ഞാൽ മഞ്ഞ് മൂടിക്കിടക്കുന്നതാണ് കാശ്മീർ താഴ്വരകൾ അല്ലേ. മരത്തിൻ്റെ പച്ചയുടുപ്പിട്ട, പച്ചപ്പാർന്നത് ഹരിതാഭയാർന്ന ഭൂപ്രകൃതിയാണ് അവിടുത്തേത്. അതുപോലെ അരുവി കൊണ്ടരഞ്ഞാണം, മലകളെ ചുറ്റി ഒഴുകുന്ന നദി അരുവികൾ കണ്ടുകൊണ്ട് മലകൾ അരിഞ്ഞാണം ഇട്ടതാണോ എന്ന് തോന്നിപ്പിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ പൂക്കളാൽ വിരിപ്പിട്ട,
അതായത് കൊഴിഞ്ഞു വീണ പൂക്കൾ തറയിൽ പുള്ളിയുള്ള വിരിപ്പ് പോലെ മനോഹരമായി കാണപ്പെട്ടു. അങ്ങനെ വിരിപ്പിട്ട കാശ്മീരേ എന്ന് പറഞ്ഞ് ഒരു വിവരണം ഒരിതുണ്ട്. അത് ആ കാശ്മീരിനെ കുറിച്ചുള്ള വിവരണം ഒരു കൂട്ടുകാരി കണ്ട കാശ്മീരിനെ കുറിച്ചുള്ള ഡയറി കുറിപ്പിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡയറി കുറിപ്പ്. പിന്നെ സാധാരണ പാഠപുസ്തകത്തിൽ വരുന്ന ചേർത്തെഴുതുക, പിരിച്ചെഴുതുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ. പിന്നെ പാഠത്തിലെ ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള ചില വാക്കുകൾ, വേനൽ പൂട്ടെന്നും ഒക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെയുള്ള ചില വാക്കുകൾ ഇതിനെല്ലാം